നമ്മുടെ ഈ കാൽപന്ത് ലോകത്ത് അങ്ങനെയും ചില കളിക്കാരുണ്ട്. ആദ്യകാലങ്ങളിലെ കളിമികവ് കൊണ്ട് കാൽപന്ത് പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച് ഒടുക്കം അവരെയെല്ലാം നിരാശപ്പെടുത്തി ഒന്നും നേടാനാവാതെ ഇരുട്ടിലേക്ക് ആണ്ടുപോയ ചില താരങ്ങൾ. ഇങ്ങനെയുള്ള താരങ്ങൾ ഫുട്ബോളിൽ ഒരുപാടുണ്ടെങ്കിലും ഈ വാക്കുകളോട് എല്ലാ അർത്ഥത്തിലും ചേർത്ത് വായിക്കാവുന്ന ഒരു പേരാണ് ഫിലിപ്പെ കുട്ടീഞ്ഞോ. അതെ, ആരാധകരുടെ സ്വന്തം ലിറ്റിൽ മജീഷ്യൻ. ലക്ഷ്യം തെറ്റാത്ത ലോങ് ഷോട്ടുകൾ കൊണ്ടും അളന്നു മുറിച്ച പാസുകൾ കൊണ്ടും എതിരാളികളെയെല്ലാം അനായാസം കബളിപ്പിച്ച് മുന്നേറുന്ന തന്റെ ഡ്രിബ്ലിംഗ് മികവ് കൊണ്ടും എൻഫീൽഡിന്റെ പുൽമൈതാനിയിലൂടെ ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടന്നിരുന്ന ഒരു കുട്ടീഞ്ഞോ ഉണ്ടായിരുന്നു. നെയ്മർക്ക് ശേഷം ഒരു യുഗമെങ്കിലും ബ്രസീൽ ആരാധകരുടെ ആരാധനാപാത്രമാവാൻ അയാൾ എന്തുകൊണ്ടും യോഗ്യനാണെന്ന് വരെ പലരും പറഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ ലിവർപൂളിൽ നിന്നും ബാഴ്സയിലേക്കുള്ള അയാളുടെ കൂടുമാറ്റം തന്റെ കരിയറിനെ തന്നെ ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റി. പ്രതീക്ഷയുടെ ഭാരവും പേറി തന്റെ സ്വപ്ന നഗരിയിലെത്തിയ കുട്ടീഞ്ഞോക്ക് കറ്റാലൻ ജേഴ്സിയിൽ തന്റെ പ്രതിഭ പുറത്തെടുക്കാൻ സാധിക്കാതെ വന്നതോടെ അയാളുടെ സ്ഥാനം സൈഡ് ബെഞ്ചിലായി മാറി. പിന്നീടൊരിക്കലും ആ പഴയ ലിറ്റിൽ മജീഷ്യനെ ലോകത്തിന് കാണാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും 2026 ലോകമാമാങ്കത്തിൽ ആഞ്ചലോട്ടിയുടെ സംഘത്തിൽ അയാളുമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.